പുതിയ ദിവസം, പുതിയ കാഴ്ച, പുതിയ കാര്യങ്ങൾ, അങ്ങനെ പുതിയ വ്ലോഗുമായിട്ട് ഞാൻ പിറ്റേ ദിവസം വന്നിരിക്കുകയാണ്. ഇത് നമുക്ക് വീട്ടിൽ നിന്നും സിറ്റിയിലേക്കൊക്കെ പോകാനുള്ള നടവഴിയാണ്. മെയിനായിട്ട് എല്ലാവരും നടവഴിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു വഴിയാണിത്. വണ്ടിയും കൊണ്ട് പോകണമെങ്കിൽ നമുക്ക് വേറൊരു വഴിയുണ്ട്. അങ്ങനെ നമ്മൾ എന്നത്തെയും പോലെ നടത്തം തുടങ്ങിയിരിക്കുകയാണ്. ഇന്നും അനന്ത് വണ്ടിയും കൊണ്ട് വരും. എൻ്റെ വണ്ടിയുടെ ടയറൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ വണ്ടി ഒതുക്കിയിട്ട് ഇന്നും അവൻ്റെ സ്കൂട്ടിക്ക് നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് പോവാണ്. ഇന്നും നാളെയും കൊണ്ട് ഏകദേശം നമ്മുടെ 2 വണ്ടിയുടെയും പരിപാടി തീരും. നമ്മൾ നടന്നങ്ങനെ തേരിയിൽ പകുതി തറയും. പക്ഷെ അവൻ ഇതുവരെ വന്നിട്ടില്ല. പിന്നെയും പോസ്റ്റ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ വഴിയാണ് പോയത്. നമുക്കിന്ന് ഈ വഴി നമുക്ക് നടന്നു പോവാം. അപ്പം ഇതിൽ വഴി കഴിഞ്ഞാൽ അനന്തുവിൻ്റെ പശുവിനെ കെട്ടുന്ന കണ്ടവും അവിടെ ഒരു തോട്ടിലെ മീനുകളെ കാണിച്ചു തരാം. ആ ചെറിയ പൊട്ട് പോലെ കാണുന്നതാണ് അനന്തു. കണ്ടു, ഞാൻ ഏകദേശം നടന്ന് റോഡെത്താറായപ്പം സ്കൂട്ടിയും കൊണ്ട് വന്നേക്കുക. എന്നാലും അവൻ ഇങ്ങോട്ട് വരില്ല. ഞാൻ അവിടെ നടന്നു പോകണേ പറ്റുള്ളൂ. എന്താ കഥ. ഇതൊരു അടിപൊളി സ്ഥലമാണ്. ഈ ടൂറിസ്റ്റുകളൊക്കെ ഈ പാറയിലൊക്കെ വന്ന് ഫോട്ടോ എടുത്തിട്ട് പോകാറുള്ളതാണ്. പൂപ്പാറയിൽ നിന്ന് ശാന്തമ്പാറയ്ക്ക് പോകുന്ന വഴിയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഈ പിള്ളേർ സെറ്റൊക്കെ ഇവിടെ വന്നിട്ട് മീൻ പിടിച്ചുകൊണ്ട് പോകുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോൾ നല്ല തെളിഞ്ഞ് കിടക്കുമായിരുന്നു. ഇന്നിപ്പോൾ കാട് കയറിയെല്ലാം അടഞ്ഞു. അത് ഇഷ്ടംപോലെ മീനുണ്ട്. കണ്ട, എനിക്ക് കാണാൻ പറ്റുന്നില്ല. കണ്ടോ, ഇതിൻ്റെതൊക്കെ മീനുണ്ട്. ഈ കാണുന്നതിൻ്റെ ഇടയ്ക്കെല്ലാം ചെറിയ ചെറിയ മീനുകളുണ്ട്. ഇപ്പോൾ സ്കൂള് തുറന്നുകൊണ്ട് ആരും വരാറില്ല. ഈ കഴിഞ്ഞ ദിവസം സ്കൂളൊക്കെ അടച്ച സമയത്താണെങ്കിൽ ഇഷ്ടംപോലെ പിള്ളേരായിരുന്നു ഇതിൻ്റെ അകത്ത് മീൻ പിടിച്ചുകൊണ്ട് പോകാനായിട്ട്. സ്കൂള് തുറന്നുകൊണ്ട് ഇപ്പം എല്ലാം കാട് കയറി പോയി. ഇവിടെയാണ് അനന്തു അവൻ്റെ പശുക്കളെല്ലാം തീറ്റിക്കാൻ കൊണ്ടുവരുന്നത്. ഇത് നിൽക്കുന്നതാണ് അവൻ. പശുക്കളെല്ലാം കെട്ടിയിട്ട് ഇങ്ങനെ വന്ന് അവൻ നോക്കി നിൽക്കുക ഇവിടെ. ഞങ്ങളങ്ങനെ എന്നത്തെയും പോലെ നേരെ വർക്ക്ഷോപ്പിൽ വന്നു. അപ്പോൾ ഇനി നമുക്ക് ബാക്കി വണ്ടിയുടെ പരിപാടി തീർക്കണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ